രാഗിണി ജയലാലിനോട് ചോദിക്കുകയാണ്, നീ അറിയുമോ മോനെ ഇവനെയൊക്കെ? അറിയാം എന്ന് ജയലാൽ പറഞ്ഞിട്ട് ജഗനോട് പറയുകയാണ്, അമ്മയ്ക്ക് വേണ്ടി ഞാൻ സോറി പറയുകയാണ്. ജയലാലിന്റെ കൈ തട്ടി മാറ്റി രാഗിണി ചോദിക്കുകയാണ്, നീ എന്തിനാടാ സോറി പറയുന്നത്? ഇവന്മാരുടെ ഭാഗത്തല്ലേ ഇതുപോലെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റോഡിലൂടെയല്ല പോകുന്നത്, ആകാശത്തിലൂടെയാണ്, അങ്ങ് പറക്കുകയാണ്. പിന്നെ എടാ, കാർ വന്ന് ഇതിൽ തട്ടിയിരുന്നെങ്കിൽ നിന്റെയൊക്കെ മുഖം ചളുങ്ങില്ലായിരുന്നോ? ജഗൻ പറയുകയാണ്, അങ്ങനെ പെട്ടെന്ന് ചുളുങ്ങുന്ന മോന്തയല്ല ഇത്. അതെന്താ, നിന്റെ മോന്ത ഉരുക്ക് കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലാസ് വെച്ചിട്ട് ജഗൻ പറയുകയാണ്, അമ്മയെയും കൊണ്ട് പോ ജയലാലെ. അമ്മ വാന്ന് ജയലാൽ പറയുമ്പോൾ രാഗിണി പറയുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലെ തന്നെ തിരിച്ചു ചെല്ലണമെങ്കിൽ നേരെ വണ്ടി ഓടിക്കുക. ബിനുവിന്റെ നോട്ടം കണ്ടിട്ട് രാഗിണി പറയുകയാണ്, അവന്റെ ഒരു നോട്ടം, നിന്റെ തല വെള്ളം കണ്ടിട്ട് മാസങ്ങളായി കാണുമല്ലോ. നല്ല മഴയത്തെങ്കിലും ഒന്നിറങ്ങി നടക്ക്, തലയെങ്കിലും ഒന്ന് നനയട്ടെ. അതിനുശേഷം മാറിടാന്നും പറഞ്ഞ് വണ്ടിയിൽ കയറുകയാണ് രാഗിണി. സോറി ഏട്ടാ, ഒന്നും തോന്നല്ലേന്നും പറഞ്ഞ് വണ്ടി എടുക്കുകയാണ് ജയലാൽ. ഇനി ചോദിക്കുകയാണ്, ആരാ അണ്ണാ അത്? ദിയയുടെ ചേച്ചി ദീപയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പയ്യന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അവനാണത് ജയലാൽ. ഓ, അണ്ണൻ അടങ്ങിയപ്പോഴേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാറിൽ കയറിയ ശേഷം ജയലാൽ ചോദിക്കുകയാണ്, അമ്മ എന്ത് പണിയായി കാണിച്ചത്? ഈ നാട് മുഴുവൻ വിറപ്പിച്ച് നടക്കുന്ന ഗുണ്ടയാണ് അയാൾ, ബുള്ളറ്റ് ജഗൻ. ഓ അത് ശരി, ബുള്ളറ്റ് കണ്ടുപിടിച്ചത് അവന്റെ കാരണവന്മാരാണോ? അതുകൊണ്ടാണോ ആ പേര് വന്നത്? എനിക്ക് ഒരു ഗുണ്ടയെയും പേടിയില്ല, ഞാനേ ജയിലിൽ കിടന്നിട്ട് തന്നെയാണ് വരുന്നത്. കാറ് മുന്നോട്ടെടുക്കുമ്പോഴേക്കും ഗ്ലാസ്സിലൂടെ നോക്കി രാഗിണി പറയുകയാണ്, എടാ, ഗുണ്ടായുസമൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, എനിക്കൊരു ഗുണ്ടയെയും പേടിയില്ല. ഇനി ചോദിക്കുകയാണ്, അണ്ണ ആ പെങ്കൊച്ച് ഇവരുടെ മരുമകളായിട്ടല്ലേ ചെന്ന് കയറേണ്ടത്? ജഗൻ പറയുകയാണ്, അതാണ് ഞാനും ആലോചിക്കുന്നത്. ജയലാലിന്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന് ദിയ പറഞ്ഞിരുന്നു, എന്നാൽ ഇത്രയും കരുതിയില്ല. കല്യാണം കഴിഞ്ഞ ശേഷവും ഇവർ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കിവരെയും കാണേണ്ടി വരുമല്ലോ. എന്തായാലും കൈക്ക് നല്ല കരുത്തുണ്ടെന്ന് കവിളിൽ തടവിക്കൊണ്ട് പറയുകയാണ് ജഗൻ. പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ പെങ്കൊച്ചിനോട് പറയ് കരാട്ടയൊക്കെ പഠിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്നത് സങ്കടപ്പെട്ടിരിക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ്. വിജയകുമാർ പറയുകയാണ്, ഇനിയിപ്പോൾ തലയ്ക്കകത്ത് ഇടിക്കട്ട എടുത്തു വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. മനസ്സിലായില്ലേ, തലയ്ക്ക് ഭാരം കൂട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല എന്ന്. നിന്റെ മോളുടെ ചരിത്രം അറിയുന്നതിന് മുമ്പ് കല്യാണം മുടങ്ങിപ്പോയത് നല്ലതാണെന്ന് കരുത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വിവാഹം നടന്നാലും ഇല്ലെങ്കിലും അകത്തിരുന്ന് കരയുന്ന ഒരു മോളുണ്ട് എനിക്ക്. അത് നിങ്ങളുടെയും കൂടി മോളാണ്. ഇത്തരം വർത്തമാനങ്ങളൊക്കെ നിർത്തിയിട്ട് അവളെ നിങ്ങൾക്കൊന്ന് ആശ്വസിപ്പിച്ചുകൂടെ? നീയാണ് നിന്റെ മക്കളെ കരയിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ഒക്കെ. അതുകൊണ്ടവർ സന്തോഷിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കൊപ്പം ചേരേണ്ടത് നീയാണ്. അവരെ അത്തരം സാഹചര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതും ആശ്വസിപ്പിക്കേണ്ടതും നീ ഒരാൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലേ? ഉള്ളത് കൊണ്ടാണ് നീ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛന്റെ ഫോഴ്സിൽ ഈ കസേരയിൽ ഞാനിരുന്നത്. എന്നിട്ട് ഒരുത്തി വന്ന് കാണിച്ച ഷോ എന്തായിരുന്നു? ഒരു റെസ്പെക്ട് പോലും ഇല്ലാത്ത സംസാരം. എന്നെ വിജയ എന്നാണ് വിളിച്ചത്. അവരാരാന്നാണ് അവരുടെ വിചാരം? നോൺസെൻസ്. പിന്നെ ഈ കല്യാണം നടക്കാതെ പോയതിൽ എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എന്റെ ഭാര്യയുടെ മുകളിൽ നിൽക്കുന്ന ഒരുത്തിയായിരുന്നു ഈ കല്യാണ ചെറുക്കന്റെ അമ്മ. ഈ ബന്ധം നടന്നെങ്കിൽ അവരുടെ മുന്നിലെങ്കിലും നീ കുലീനത്വമുള്ള ഒരു സ്ത്രീയായി കുനിഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഇവിടെയും എന്റെ പരാജയം മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ. എന്റെ തല താഴ്ന്നു കാണണം, അതാണ് നിങ്ങളുടെ സന്തോഷം. അങ്ങനെ എന്നോട് ചോദിക്കുന്ന നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളതും അത് തന്നെയാണ്. എന്റെ പരാജയം മാത്രമാണോ നീ മുന്നിൽ കാണുന്നത്? അതുകൊണ്ടാണോ കോടതിയിൽ എന്റെ തല താണുപോയത്? അവിടെ സ്വന്തം മോളെ കുറിച്ച് പോലും നീ ഓർത്തില്ല. ഇപ്പോൾ ഈ ബന്ധം മുടങ്ങിയില്ലെങ്കിലും നിന്റെ മോൾക്കുണ്ടായ തിരിച്ചടി ഏത് നിമിഷവും അവൾക്ക് തലവേദനയായി മാറിയേനെ. ആ തലവേദന എങ്ങനെ ഉണ്ടായി? നീ ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ, നീ അന്ന് കോടതിയിൽ വരാതിരുന്നെങ്കിൽ അവളെ കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുമായിരുന്നോ? സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമായിരുന്നോ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതേപ്പറ്റിയൊന്നും നിങ്ങൾ പറയണ്ട. അന്ന് ഞാൻ കോടതിയിൽ വരാതിരുന്നെങ്കിൽ നിങ്ങൾ കേസ് ജയിക്കുമായിരുന്നു. ആർത്തി കുറ്റവിമുക്തനായേനെ. പക്ഷേ എന്റെ മകളുടെ ഫോട്ടോ വെച്ച് അവന്റെ അച്ഛൻ സദാനന്ദൻ പിന്നീട് പല കാര്യങ്ങളും സാധിച്ചേനെ. അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് പിന്നീട് എനിക്ക് അത്തരം ഭയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആര് പറഞ്ഞു ഉണ്ടായിട്ടില്ലെന്ന്? മൂത്തമ്മളുടെ കല്യാണം നടക്കുന്നത് വരെ അതൊരു ഭയം തന്നെയാണ്. പിന്നീട് ഡോക്ടർ ഇക്ബാലിനെയും കുറ്റപ്പെടുത്തുകയാണ് വിജയകുമാർ. മൂത്തവളുടെ കാര്യം പോട്ടെ, ഇളയവളും വളർന്നു വരികയാണ്. നിന്നെക്കാളും തന്റെ ഇടിയായിട്ട് അവളും ചെന്ന് കയറുന്നത് ജയലാലിന്റെ അമ്മയെ പോലുള്ള ഒരുത്തി ഉള്ളിടത്താണെങ്കിൽ പിറ്റേ ദിവസം തന്നെ അവളുടെ തലമണ്ട പൊട്ടി ചോര ഒലിപ്പിച്ചുകൊണ്ട് വരുന്നത് നിനക്ക് കാണാം. അതാണ് നീ വളർത്തിയത് കൊണ്ടുള്ള ആകെയുള്ളൊരു മിച്ചം.
പിന്നീട് ഗംഗാധരനോട് സംസാരിക്കുകയാണ് പ്രേമനും ഹേമയും. പ്രേമൻ പറയുകയാണ്, അമ്മ പോയത് മുതൽ ഇങ്ങനെ ഓരോന്നാലോചിച്ചിരുന്ന് വിഷമിച്ചിരിക്കുകയാണല്ലോ. ഇനി കെട്ട് നടക്കാൻ വേണ്ടി അളിയൻ വല്ല കള്ളവും പറഞ്ഞോ? കെട്ട് പൊളിയുമോ? പൊളിഞ്ഞാലിനി ഇതുപോലുള്ളൊരു ബന്ധം എന്റെ മോന് ഇനി കിട്ടില്ല. പെൺകൊച്ച് ഒരു സാധുവാണ്. അങ്ങനെ ഒരാൾ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നാലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അതെന്റെ മോൻ അറിയാവുന്നത് കൊണ്ടാണ് ആ പെൺകൊച്ചിന് തന്നെ വേണമെന്ന് എന്റെ മോൻ വാശി പിടിക്കുന്നത്. ഹേമ പറയുകയാണ്, എന്ന് വെച്ച് അവൻ പറയുന്നത് പോലെ ഈ പെൺകൊച്ച് കാണാൻ അത്ര സുന്ദരിയൊന്നും അല്ല. ഗംഗാധരൻ ചോദിക്കുകയാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന് പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ടു. അവന്റെ നോട്ടത്തിൽ അവൾ സുന്ദരി തന്നെയാണ്. പിന്നെ ആ കൊച്ചിന്റെ സൗന്ദര്യം നിനക്ക് പിടിക്കാത്തത് ഒരു പ്രശ്നമല്ല. ഹേമൻ ഹേമയെ ഒന്ന് നോക്കിയിട്ട് പറയുകയാണ്, ഇവളുടെ അത്രയും സൗന്ദര്യമില്ല എന്നാണ് പറഞ്ഞത്. അമ്മാവന്റെ മോളങ്ങ് സുന്ദരിയല്ലേ. അന്നേരം ജയലാലും അമ്മയും തിരികെ എത്തുകയാണ് അവിടേക്ക്. എന്തായി അമ്മായി എന്ന് ചോദിക്കുകയാണ് പ്രേമൻ. രാഗിണി പറയുകയാണ്, പറയേണ്ടതെല്ലാം പറഞ്ഞു, ഒന്നും മറച്ചു വെച്ചില്ല. എന്തായിരുന്നു ഗംഗ പറഞ്ഞത്? അവിടെ ചെല്ലുമ്പോൾ മോൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായതുകൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അല്ലേ? ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. പറയേണ്ടതൊക്കെ മുൻകൂട്ടി തന്നെ പറയണം. ഞാൻ ജയിലിൽ കിടന്ന കഥയെ ഇവൻ പറഞ്ഞില്ല. കോയമ്പത്തൂരിലുള്ള എന്റെ മോൾക്ക് കൂട്ടിരിക്കാൻ പോയെന്നാണ് ഇവൻ പറഞ്ഞത്. അത് ഞാനങ്ങ് പൊളിച്ചു. ഞാൻ ജയിലിലാണെന്നും അങ്ങനെ പോകാനുള്ള കാരണം എന്താണെന്നും ഞാനങ്ങ് പറഞ്ഞു. മൂത്ത മരുമോളുടെ തലയടിച്ചു പൊടിച്ചിട്ട് ജയിലിൽ പോയെന്നറിഞ്ഞാൽ ഏതെങ്കിലും വീട്ടുകാര് അവരുടെ മക്കളെ ഇങ്ങോട്ടയക്കുമോ? അത് മാത്രമല്ല പറഞ്ഞത്, ഇവൻ സ്ത്രീധനമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പുണ്യാളനാകാൻ നോക്കി. അതും പൊളിച്ചൊടുക്കി. 101 പവനും 25 ലക്ഷം രൂപയും തരണമെന്ന് പറഞ്ഞു. അത് തന്നെ കുറവാണ് ഇവന്റെ യോഗ്യത വെച്ച് നോക്കുമ്പോൾ. പ്രേമൻ പറയുകയാണ്, ഒരു 50 ലക്ഷം ചോദിക്കണമായിരുന്നു. പോട്ടെ, ഇവൻ ഇഷ്ടപ്പെട്ട പെങ്കൊച്ചല്ലേ എന്ന് കരുതിയാണ് അത്രയും കുറച്ചത്. ഗംഗാധരൻ പറയുകയാണ്, ചുരുക്കി പറഞ്ഞാൽ ഈ കല്യാണവും നടക്കില്ല. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ജയലാലിന്റെ അച്ഛൻ. അകത്തേക്ക് കയറിയ രാഗിണി ചോദിക്കുകയാണ്, ഗംഗെ ഇതെന്താ ഇങ്ങനെ വന്നൊരു നിൽപ്പ്? എന്റെ മോന് വേറെ പെണ്ണ് കിട്ടില്ലേ? എന്റെ ഡിമാൻഡ്സ് അംഗീകരിച്ചുകൊണ്ട് ഇവനെ സ്വീകരിക്കാൻ ഒരു കുടുംബക്കാരും തയ്യാറാവില്ലേ? ജയലാൽ പറയുകയാണ്, തയ്യാറാകും. പക്ഷേ അമ്മ ജയിലിലാണെന്നറിയുമ്പോൾ ആരും പെൺകുട്ടികളെ ഇങ്ങോട്ട് വിടാൻ മടിക്കും. ഹേമ പറയുകയാണ്, അങ്ങനെ അമ്മയെ ഭയക്കുന്ന ആരും ഇങ്ങോട്ട് വരണ്ട. ഹേമനും പറയുകയാണ്, പിന്നല്ലാതെ അമ്മായി എങ്ങനെ ജയിലിലായി എന്നുള്ള കാര്യം അവരും ചിന്തിക്കണം. അഹങ്കാരിയായ മരുമക്കളെ നിലയ്ക്ക് നിർത്തേണ്ടത് അമ്മായിയമ്മമാരുടെ കടമയാണ്. അങ്ങനെ കടമ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി വയലൻസ് ഒക്കെ ഉണ്ടായെന്ന് വരും. അതിന് അമ്മായിയമ്മയ്ക്കെതിരെ മരുമോൾ കേസ് കൊടുക്കുകയാണോ വേണ്ടത്? അന്ന് ഞാനിവിടെ ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ ഞാനായിരുന്നേനെ അവളുടെ തലമണ്ടയടിച്ച് പൊട്ടിക്കുന്നത്. അത് കേട്ട് ഗംഗാധരൻ ദേഷ്യപ്പെടുകയാണ്, ഒന്നും മിണ്ടാതിരിയടാ. രാഗിണി ചോദിക്കുകയാണ്, അവൻ പറഞ്ഞത് സത്യമല്ലേ, പിന്നെന്തിനാ അവൻ മിണ്ടാതിരിക്കുന്നത്? അമ്മായി പോയപ്പോഴേ അമ്മാവൻ അറിയാമായിരുന്നു ഈ കല്യാണം നടക്കത്തില്ല എന്ന്. അതോർത്ത് അമ്മാവൻ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇതുവരെ. ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ ഈ കല്യാണം മുടങ്ങുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല. ഈ വിഷയത്തെക്കുറിച്ച് ഇനി ഇവിടെ ഒരു സംസാരമോ വഴക്കോ ഉണ്ടാകാൻ പാടില്ല. അച്ഛനോടും മോനോടും കൂടിയാണ് പറഞ്ഞത്. മോൻ ഇവിടെ എത്തുന്നവരെ ഇടയ്ക്കും മുറയ്ക്കും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അത് വേണ്ട. കണ്ടല്ലോ റോഡിലെ കാഴ്ച, രണ്ടെണ്ണത്തിനെ പൊട്ടിച്ചത് കണ്ടില്ലേ? മനസ്സിലാകാതെ പ്രേമൻ ചോദിക്കുകയാണ്, അതെന്തിനാ അമ്മായി? ഒരു ലക്കും ലഗാനുമില്ലാതെ ഒരുത്തൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നു. അവന്റെ വണ്ടിയിൽ കാർ തട്ടാതിരുന്നത് നമ്മൾ രണ്ടുപേരുടെയും ഭാഗ്യം. ഇറങ്ങിയപ്പോൾ തന്നെ ഒന്ന് കൊടുത്തു. മുന്നിലിരിക്കുന്നവന്റെയും പിന്നിലിരിക്കുന്നവന്റെയും കരണത്ത് ഓരോന്ന്. അതാണ് കറക്റ്റ്. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കണം. ലാൽ പറയാണ്, തല്ലുകൊണ്ടവർ തിരിഞ്ഞൊന്നും ചെയ്യാതിരുന്നത് ഭാഗ്യമായി. ഒരുപാട് കേസുകളുള്ള ഗുണ്ടയും അവന്റെ സഹായിയുമാണ് ബൈക്ക് ഓടിച്ചുകൊണ്ടുവന്നത്. ബുള്ളറ്റ് ജഗനും അവന്റെ കൂട്ടാളിയും. നേരം ഒന്ന് പരിഭ്രമിച്ച് പ്രേമൻ പറയുകയാണ്, ബുള്ളറ്റ് ജഗൻ അവനിത്തിരി കടുപ്പമാണമ്മായി. എന്തോന്ന് കടുപ്പം? ഒരു ഗുണ്ടയും എനിക്ക് പേടിയില്ല. പിന്നീട് ജയലാലിനോട് പറയുകയാണ്, നിനക്ക് മനസ്സിലായല്ലോ, ഇതിന്റെ പേരിൽ ഇനിയൊരു സംസാരവും വഴക്കും ഇവിടെ വേണ്ടാന്ന്. കേട്ടല്ലോ എന്ന് പറയുമ്പോൾ സമ്മതിക്കുകയാണ് ജയലാൽ. ഗംഗാധരൻ പറയുകയാണ്, അവൻ ഒരുപാട് മോഹിച്ചതാണ്. മൂത്തവനും ഒരുപാട് മോഹിച്ചാണല്ലോ ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ടെന്തായി? അതുകൊണ്ടാണ് ഇവന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും സ്ട്രിക്റ്റ് ആകുന്നത്. പ്രേമൻ ചോദിക്കുകയാണ്, ഇതിപ്പോ അമ്മാവനാണല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇത്രയും ധൃതി. അതേടാ, എനിക്ക് തന്നെയാണ്. രാഘവുമായി ചേർന്ന് പോകുന്ന ഒരു പെൺകൊച്ചിന് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അഗ്നി പറയുകയാണ്, ആണല്ലോ. അപ്പോൾ ഇവിടത്തെ കാര്യങ്ങളെല്ലാം അവളും അവളുടെ കുടുംബക്കാരും അറിയണം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുകയും വേണം. ഒന്നാമത് അവളുടെ അച്ഛൻ വക്കീലാണെന്നറിഞ്ഞപ്പോഴേ എനിക്ക് കല്ലുകടി തുടങ്ങിയതാണ്. അതിന്റെ കൂടെ അവളുടെ അമ്മ സസ്പെൻഷനിലുമാണ്. അവിടെ എന്തോ മൊത്തത്തിൽ കുഴപ്പമാണെന്ന് വേണം കരുതാൻ. പിന്നീട് ജയലാലിന്റെ അടുത്തേക്ക് ഗംഗാധരൻ എത്തുമ്പോൾ ദേഷ്യപ്പെടുകയാണ് ജയലാൽ. നമുക്ക് ഈ കല്യാണം നടത്താമെന്ന് ഗംഗാധരൻ പറയുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ്, എങ്ങനെ നടത്താനാണ്? അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അച്ഛന് പറ്റുമോ? നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ഇവിടെ ആരുടെയും ആഗ്രഹത്തിന് ഒരു വിലയും ഇല്ല. അമ്മ എന്താഗ്രഹിക്കുന്നോ അതേ നടക്കൂ.
അമ്മയെ എതിർത്തുകൊണ്ട് എനിക്ക് ദീപയെ കല്യാണം കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവളെ മറക്കാനേ പറ്റൂ. അന്നേരം അവിടേക്ക് വന്ന രാഗിണി പറയുകയാണ്, നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. അമ്മയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് നീ അവളെ കല്യാണം കഴിച്ചാൽ അമ്മ ഇല്ലെന്ന് കരുതി വേണം നീ അവൾക്കൊപ്പം ജീവിക്കാൻ. ഞാനങ്ങനെ ജീവിക്കുന്നില്ലമ്മേ. അതുകൊണ്ട് ഞാൻ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചു. നീ അവളെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് എതിർപ്പൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞിരിക്കണം. 100 പവനും 25 ലക്ഷം രൂപയും അവർ തരണം. എങ്കിൽ നടത്താം. ഇന്നത്തെ വിലയല്ല ഇപ്പോൾ ഒരു 100 പവന് 10-40 ലക്ഷം രൂപയാകും. അങ്ങനെ ഗംഗാധരൻ പറയുമ്പോൾ രാഗിണി ദേഷ്യപ്പെടുകയാണ്. നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞോ? ഇപ്പോൾ 100 പവന് 40 ലക്ഷം രൂപയൊക്കെ ആകുമെന്ന് എനിക്കറിയാം. അതിൽ കുറവായിരുന്നെങ്കിൽ 180 200 ഒക്കെ ഞാൻ ചോദിച്ചേനെ. ഇപ്പോൾ ഈ 40 ലക്ഷവും 25 ലക്ഷം രൂപ ബാങ്കിലിടുമ്പോൾ 65 ലക്ഷമേ ആകുന്നുള്ളൂ. ഇവന്റെ വിദ്യാഭ്യാസത്തിനും യോഗ്യതയ്ക്കും അനുസരിച്ച് 1 കോടി രൂപയെങ്കിലും ഇവന് കിട്ടണ്ടേ? 23 വയസ്സ് മുതൽ സ്വന്തം കാലിൽ നിന്ന് തുടങ്ങിയവനാണ്. മാത്രവുമല്ല വീട്ടു ചിലവെല്ലാം നോക്കുന്നത് ഇവനാണ്. നിങ്ങളുടെ പെൻഷൻ കൊണ്ട് ഒന്നിനും തികയത്തില്ല. ഇന്നിവൻ മാസം സമ്പാദിക്കുന്നത് 2-3 ലക്ഷം രൂപയാണ്. ഇതിന് മുകളിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോ പിന്നെ ഇവന് 10-200 പവനും 50 ലക്ഷം രൂപയും ഒക്കെ കിട്ടണ്ടേ? ആ നിലയ്ക്കാണ് ഇവൻ ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ എന്ന് കരുതി ഒരു സൗജന്യം ചെയ്തു കൊടുത്തത്. അപ്പോ അതുമില്ലാത്ത ഒരുത്തിയെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണമോ? ക്ഷമിച്ച് ജയലാൽ പറയുകയാണ്, വേണ്ടമ്മേ, നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. എനിക്കറിയാം മോനെ, എന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതും നീയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഒന്നുമില്ലാതെ കയറി വന്നിട്ട് വീട്ടിലുള്ളവരെ തമ്മിലടുപ്പിക്കുകയും ചെയ്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ. അതുകൊണ്ട് നമ്മളൊരുത്തി ഇങ്ങോട്ട് എഴുന്നള്ളിക്കുമ്പോൾ അവൾ ആടയാഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങി ചമഞ്ഞു വേണം വരാൻ. അല്ലാതുള്ളതിനെ ഒന്നും ഞാൻ ഇതിനകത്തോട്ട് കയറ്റാൻ സമ്മതിക്കില്ല. പിന്നെ പരോള കഴിഞ്ഞ് ഞാൻ തിരിച്ചങ്ങ് പോകുമ്പോൾ അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാം എന്നുള്ള വിചാരം വല്ലതും ഉണ്ടെങ്കിൽ അതിപ്പോഴേ അങ്ങ് മാറ്റിവെച്ചോളണം. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ഞാൻ ജയിലിലേക്ക് പോകും. എന്റെ അനുവാദമില്ലാതെ കെട്ടിക്കൊണ്ടുവന്നവളെ കൊന്നിട്ട്. ജയലാൽ പറയുകയാണ്, അമ്മയുടെ അനുവാദമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല. അമ്മയുടെ മുൻനിർത്തി മാത്രമേ ഞാൻ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തൂ. എനിക്ക് വേറെ ഒരെതിർപ്പും ഇല്ല. പെൺകൊച്ചിനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവളുടെ അച്ഛനെയും അമ്മയും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അവൾ തരക്കേടില്ല. ഞാൻ പറഞ്ഞതൊക്കെ അവർ അംഗീകരിച്ചിട്ട് മാത്രം മതി. പിന്നെ എടിപിടിന്ന് കല്യാണം നടത്താം. ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ട. അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് രാഗിണി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.